എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചുറ്റുമുള്ള ലോകം വ്യത്യസ്തമായ ഊർജങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർ മുതൽ എവിടെയെങ്കിലും വലിച്ചെറിയപ്പെട്ട പഴയ സാധനങ്ങൾ വരെ ഓരോ വസ്തുവിലും മനുഷ്യരിലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഊർജം അടങ്ങിയിരിക്കുന്നു. ഈ ഊർജങ്ങൾ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം. ഇത് വ്യത്യസ്തമായ ആളുകളിൽ വ്യത്യസ്ത രീതികളിൽ സ്വാധീനിക്കും. ഇത് തിരിച്ചറിയുക എന്നത് കഠിനമായ കാര്യമായതിനാലാണ് വ്യക്തികൾ അവരുടെ ക്ഷേമത്തെ സ്വാധീനിക്കാൻ കഴിവുള്ള ഈ നിഷേധാത്മകതകളിൽ നിന്ന് സ്വയം സംരക്ഷിക്കുവാനുള്ള വഴികൾ തേടുന്നത്. ഏതെങ്കിലും ദുരുദ്ദേശങ്ങളിൽ നിന്നോ നിഷേധാത്മകതയിൽ നിന്നോ അശുദ്ധമായ ഊർജങ്ങളിൽ നിന്നോ നിങ്ങളെയും അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും സംരക്ഷിക്കുവാനുള്ള കാർത്യായനി ഗായത്രി മന്ത്രത്തെ ഈ അധ്യായത്തിൽ പറഞ്ഞു തരാം. ഇതുപോലെ നെഗറ്റീവ് എനർജി കാരണം ഉണ്ടാകുന്ന ചിന്തകളെയും അതിലൂടെ ലഭിക്കുന്ന അസ്വസ്ഥതകളെയും നിയന്ത്രിക്കുവാൻ ചൊല്ലേണ്ട അനേക മന്ത്രങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു മന്ത്രമാണ് ശിവ പഞ്ചാക്ഷരി മന്ത്രം. സർവശക്തനും നാശത്തിനും പുനഃസ്ഥാപനത്തിനും ഉത്തരവാദിയായ മഹാദേവന് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും ലളിതമായ മന്ത്രമാണ് ഓം നമഃ ശിവായ. സർവാർത്ഥിക ബോധമുള്ള വ്യക്തിയുടെ ഏകത്വത്തിന്റെ പ്രതീകമാണ് ശിവ പഞ്ചാക്ഷരി മന്ത്രം. അതുപോലെ ശക്തിശാലിയായ മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. മരണത്തെ വരെ ജയിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ശക്തമായ ഒരു മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ പറ്റി മുമ്പ് ഈ ചാനലിലൂടെ വിവരിച്ചിരുന്നു. നെഗറ്റീവ് എനർജികളിൽ നിന്ന് സംരക്ഷിക്കുന്ന മറ്റൊരു മന്ത്രമാണ് ഗായത്രി മന്ത്രം. എല്ലാത്തരം നിഷേധ ഊർജങ്ങളെ അകറ്റി നിർത്തുവാനും വിജയത്തിലേക്കും പ്രബുദ്ധതയിലേക്കും നയിക്കാൻ സഹായിക്കുന്ന ശക്തമായ ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം. നെഗറ്റീവ് എനർജിയിൽ നിന്ന് സംരക്ഷിക്കുന്ന മറ്റൊരു മന്ത്രമാണ് ഓം ഹം ഹനുമതേ നമഃ. ഈ മന്ത്രത്തെ ജപിക്കുന്നതിലൂടെ ഭക്തന് ധൈര്യം, ദൃഢനിശ്ചയം, നിർഭയത്വം എന്നിവ വികസിതമാകുന്നു. ശുദ്ധമായ ഉദ്ദേശത്തോടെയും ഭക്തിയോടും കൂടി ഈ ഹനുമാൻ മന്ത്രം ജപിക്കുന്നത് നിഷേധ ഊർജങ്ങൾക്കെതിരായ ഒരു കവചം സൃഷ്ടിക്കപ്പെടുന്നു. അടുത്തത് ഗണപതി ഭഗവാന്റെ മൂലമന്ത്രമായ ഓം ഗം ഗണപതായേ നമഃ എന്ന മന്ത്രം. പ്രതിബന്ധങ്ങളെ അകറ്റുന്ന ശ്രീ ഗണേശ ഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഈ മന്ത്രം പ്രത്യേകിച്ച് പുതിയ സംരംഭങ്ങളോ ജീവിതയാത്രകളോ പൂജാകർമ്മങ്ങളോ ആരംഭിക്കുന്നതിന് മുമ്പായി ജപിക്കുന്നു. ഗണേശ ഭഗവാന്റെ ഊർജം തടസ്സങ്ങൾ നീക്കുകയും നെഗറ്റീവ് എനർജിയിൽ നിന്ന് സംരക്ഷിക്കുകയും വിജയത്തിലേക്കുള്ള വഴി ഒരുക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം. അടുത്തത് കാർത്യായനി ഗായത്രി മന്ത്രം. കാർത്യായനി ഗായത്രി മന്ത്രം ഇതാണ്: ഓം കാർത്യായനായ വിദ്മഹേ കന്യാകുമാരൈ ച ധീമഹി ഓം തന്നോ ദുർഗേ പ്രചോദയാത്. ഒരിക്കൽ കൂടി കേട്ടോളൂ. ഓം കാർത്യായനായ വിദ്മഹേ കന്യാകുമാരൈ ച ധീമഹി ഓം തന്നോ ദുർഗേ പ്രചോദയാത്. നെഗറ്റീവ് എനർജിയെ തുരത്താനുള്ള ഏറ്റവും ശക്തിയേറിയ ഒരു മന്ത്രമാണ് ശ്രീ ദുർഗയുടെ അംശമായ ശ്രീ കാർത്യായനിയുടെ ഈ ഗായത്രി മന്ത്രം. ഭക്തന് സംരക്ഷണയും അനുഗ്രഹവും നേടാൻ സഹായിക്കുന്ന അത്ഭുത മന്ത്രമാണ് ശ്രീ കാർത്യായനി ഗായത്രി മന്ത്രം.
ഭക്തന് ചുറ്റും ഒരു കവചം സൃഷ്ടിക്കുകയും തടസ്സങ്ങൾ നേരിടുമ്പോൾ പ്രതിഷേധിക്കുകയും അതുപോലെ ആന്തരിക ശക്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഈ മന്ത്രത്തെ നിത്യവും പ്രാണപ്രതിഷ്ഠ ചെയ്ത രുദ്രാക്ഷമാല ഉപയോഗിച്ച് 108 തവണ ജപിക്കുക. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും തീർച്ച. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും, ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതന ധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.